രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിന്റെ പേര് സേവാതീർത്ത് എന്നാണ്. ആ സേവാതീർത്ത് എന്ന പേരിൽ തന്നെയാണ് ഈ മെട്രോ സ്റ്റേഷനും ഉള്ളത്. എപ്പോഴും സേവനത്തിന്റെ വാതിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നിടും എന്നാണ് പ്രധാനമന്ത്രി പുതിയ ഓഫീസിലേക്ക് മാറുമ്പോൾ ജനങ്ങൾക്കും രാജ്യത്ത് നൽകിയ വാഗ്ദാനം. പക്ഷേ ഈ മെട്രോ സ്റ്റേഷനിൽ സേവാതീർത്ത് എന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേരുള്ള അതേ മെട്രോ സ്റ്റേഷനിൽ ആ സേവനം ഇപ്പോൾ ലഭ്യമല്ല. കാരണം കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും യുവാക്കളുടെയും വലിയ പ്രതിഷേധം വന്നതോടെ പ്രതിഷേധക്കാർ ദില്ലിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഈ മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. സേവാതീർത്തിന്റെ ഗേറ്റ് നമ്പർ 2 നമ്മൾ ഉള്ളത്. എല്ലാ ഗേറ്റുകളും പ്രത്യേകിച്ച് 17 മെട്രോ സ്റ്റേഷനുകളാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ 7:30 മുതൽ അടച്ചിരിക്കുന്നത്. ജൻപത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ പട്ടേൽ ചോക്ക് ഉണ്ട്, രാജീവ് ചോക്ക് ഉണ്ട്, RK ആശ്രം മാർഗമുണ്ട്, ലോക് കല്യാൺ മാർഗം, അങ്ങനെ ദില്ലിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കുള്ള എല്ലാ മെട്രോ സർവീസുകളും ഇന്നിപ്പോൾ റദ്ദാക്കി. അത്തരത്തിൽ മെട്രോ സ്റ്റേഷൻ അടച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്വാഭാവികമായും പ്രതിഷേധക്കാർ എത്താൻ മറ്റു വഴികൾ അവർക്ക് തേടേണ്ടി വരും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ മെട്രോകളിലേക്ക് നേരിട്ട് മെട്രോകൾ വഴി ആരും എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ റദ്ദാക്കുന്ന നടപടി എന്താണെങ്കിലും സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് നിരോധനവും ദില്ലിയുടെ എല്ലാ മുഖ്യപ്പെട്ട അതായത് ദില്ലിയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിലും ദില്ലിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമാണ് ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുക. മെട്രോ സ്റ്റേഷൻ അടച്ചിടുക, അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് സേവനം ഇല്ലാതാവുക എന്നൊക്കെ പറയും. രാജ്യ തലസ്ഥാനമാണ് എന്നോർക്കണം. രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെ അപൂർവമായാണ് നടപടികൾ ഉണ്ടാകാറുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളിൽ ഈ എയർഗൺ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ ആക്രമിച്ചിരുന്നു പോലീസ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ CRPF എന്താണെങ്കിലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദില്ലി പോലീസ് എയർഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം CRPFന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ അന്വേഷണം വരുന്നു. കാരണം ഒരു മാധ്യമപ്രവർത്തകനടക്കം 3 പേർക്ക് ഈ പറഞ്ഞ എയർഗണിന്റെ ബുള്ളറ്റുകൾ ഏറ്റതിന്റെ മുറിവുകൾ ഉണ്ടായിട്ട് ഒരാളുടെ കണ്ണിന്റെ കാഴ്ച അടക്കം നഷ്ടപ്പെട്ടു എന്ന് എയിംസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് CRPF അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കൂടി അന്ന് രംഗത്തുണ്ടായിരുന്നു. അവരാണോ ഇത് ഉപയോഗിച്ച് സംശയമൊക്കെ എന്താണെങ്കിലും ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു അന്വേഷണത്തിന് CRPF എന്താണെങ്കിലും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകളടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. വലിയ സുരക്ഷ ഇന്നും ഇപ്പോൾ ദില്ലിയിൽ തുടരുന്നു. ദില്ലി വലിയ സുരക്ഷാ വലയത്തിലാണ്. മെട്രോകൾ അടഞ്ഞിടക്കുന്നു. അതോടൊപ്പം തന്നെ പലയിടത്തും ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പെരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.